ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം VS ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. 1.5 മാസം അടുത്തായതേ ഉള്ളൂ ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. എന്തെങ്കിലും ഞാൻ സംസാരിക്കുന്നതിന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ വന്ന് പറഞ്ഞു തരാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ഈ ഇടയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, എന്നുവെച്ചാൽ ഞാൻ പഠിക്കുന്ന കാലത്ത്, നല്ലോണം പഠിക്കുന്ന കുട്ടികളൊക്കെ മുമ്പിലത്തെ ബെഞ്ചിലും പഠിത്തത്തിൽ ഇത്തിരി കുറവ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ബാക്കിലെ ബെഞ്ചിലുമായിരുന്നു ഇരുത്തിയിരുന്നത്. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഞാൻ പഠിച്ചിരുന്ന കാലത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ പഠിക്കുന്ന കുട്ടികളോട് ടീച്ചേഴ്സിന് സാറുമാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹവും അതുങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങളെ കണ്ടിരുന്നത് അവഗണനയോടും പുച്ഛത്തോടും കൂടിയാണ് കണ്ടിരുന്നത്. കാരണം എത്ര പഠിപ്പിച്ചാലും തലയിലും കയറൂല. അത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറും പറയില്ല. അടി മാത്രമേ ഉള്ളൂ മിച്ചം. എന്തായാലും ആ ഫ്രണ്ട് പേജിൽ ഇരുന്ന കുട്ടികളെല്ലാം പഠിച്ച് ഇന്നിപ്പോ നല്ല നിലയിൽ ജോലി എടുത്ത് ജീവിക്കുന്നു. ബാക്ക് ബെഞ്ചിൽ പഠിച്ചിരുന്ന കുട്ടികളോ ഇന്ന് നാട്ടിൽ ജോലി എടുത്ത് ജീവിക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ഇടയ്ക്ക് ഞാനൊരു യാത്രയ്ക്ക് പോയ സമയത്ത് ബസ്സിൽ ഭയങ്കര തിരക്ക്. അപ്പം ഒരിടയ്ക്ക് ബസ് നിർത്തിയ സമയത്ത് ഒരു പ്രായജന ഒരു സാറും മേഡവും കൂടെ ആ ബസ്സിൽ കയറാനിടയായി. തിരക്കായതുകൊണ്ടായിരിക്കാം ആരും തന്നെ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുന്നില്ല. എനിക്ക് കണ്ടിട്ട് മനസ്സിലായതുകൊണ്ടല്ല, ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ. അതുപോലെ എനിക്ക് ഒന്ന് കണ്ടപ്പം അസുഖം ഉള്ള പോലെ എനിക്ക് തോന്നി. കാരണം അവർക്ക് നല്ലോണം ഒന്ന് ആ ഒരു കമ്പിയെ പിടിച്ച് നിൽക്കാനുള്ള ഒരു ഇതുപോലും ഇല്ല. എന്തായാലും ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് സാറിന് അവിടെ ഇരിക്കാനായിട്ട് സീറ്റ് കൊടുത്തു. എന്നിട്ട് എവിടെ പോവാ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇതുപോലെ പ്രഷറും ഷുഗറും കുറെ അസുഖങ്ങളുണ്ട്, പക്ഷെ ഇത് പോകാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അർജന്റ് കാര്യം, അതുകൊണ്ട് പോവുകയെന്ന് പറഞ്ഞു. അപ്പം സാറിനെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് എവിടെയോ കണ്ട് മറന്ന ഒരു മുഖം. അത് കഴിഞ്ഞ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ പഠിപ്പിച്ച സാറാന്ന് മനസ്സിലായി. അന്ന് സാറ് നമ്മളെ കണ്ടിരുന്ന പുച്ഛത്തോടു കൂടിയും, അതുപോലെ സാറ് നല്ലോണം പറഞ്ഞാൽ കേൾക്കാത്തതിന് നല്ലോണം അടി തന്നിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞ സമയത്ത് സാറിന്റെ ആ ഒരു സംസാരത്തിൽ കണ്ട ഒരു വാത്സല്യവും ആ സ്നേഹം അത് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാൻ പഠിച്ചിരുന്ന കാലത്തൊന്നും സാർമാരുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്നേഹവും അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പഠിക്കാത്തതിന്റെ കാരണം കൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും ഈ ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ സാറിന് ആ ഒരു സീറ്റ് എഴുന്നേറ്റ് കൊടുക്കാനും സാറിനെ ഇരുത്താനും സാറിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയാനും ഒക്കെ പറ്റിയത്. അപ്പം മാതാ പിതാ ഗുരു ദൈവം എന്നല്ലേ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റാ. അതെനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ക്ലാസ് സാറിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. അവരുടെ ആ സന്തോഷവും ആ ഒരു സ്നേഹവും ആ അനുഗ്രഹവും എല്ലാം ഇത്രയും വർഷത്തിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് അനുഭവിച്ച അത് കിട്ടിയപ്പോഴത്തേന് എനിക്കും വല്ലാത്ത ഒരു സന്തോഷം തോന്നി. ദൈവമേ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മള് അതാ പറഞ്ഞ കിട്ടേണ്ട കാര്യങ്ങള് അത് ആരിൽ നിന്നാണേലും നമുക്കൊരു കാലം നിശ്ചയിച്ചിട്ടുണ്ടാവും. അന്ന് നമ്മള് അർഹിക്കുന്നേക്കാൾ കൂടുതൽ നമുക്ക് അവരിൽ നിന്ന് കിട്ടും. അതാണ് എൻ്റെ അനുഭവം. എനിക്ക് തോന്നുന്നേ ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സാറിനെ മേഡത്തിനെ കണ്ടതിൽ വളരെ എനിക്ക് സന്തോഷം തോന്നി. എൻ്റെ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം വിനു. ബൈ ബൈ.